मूल आस्था का संरक्षण अगर कोई कर सकता है तो केवल और केवल भारतीय जनता पार्टी कर सकती है। കേരളത്തിൽ ആർക്കെങ്കിലും വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ. मुख्यमंत्री केरल को कहने आया हूं, सबरीमाला के अंदर आपने देवस्थान का जो खजाना चोरी हुआ है वो सिर्फ केरल के लोगों की आस्था का सवाल नहीं है, पूरे देश के लोग बड़ी शंका के साथ आपको देख रहे हैं। എനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഇന്ന് നിങ്ങൾ ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണമുണ്ടല്ലോ, ശബരിമല ദേവസ്ഥാനത്ത് നടത്തിയ കൊള്ളയുണ്ടല്ലോ, അത് കേരളത്തിലെ വിശ്വാസത്തിന്റെ മലയാളികളുടെ വിശ്വാസ കാര്യം മാത്രമല്ല, മുഴുവൻ രാഷ്ട്രത്തിനും അതിൽ ആശങ്കയുണ്ട്. മുഴുവൻ രാഷ്ട്രത്തിന്റെയും വിശ്വാസത്തെയാണ് നിങ്ങൾ ഹനിച്ചത്. परंतु मैं एलडीएफ यूडीएफ को पूछना चाहता हूं, എങ്കിലും ഞാൻ എൽഡിഎഫിനോടും യുഡിഎഫിനോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, जिनके परिवार में से कोई विदेश से पैसा भेजने वाला नहीं है, इसकी चिंता करने की केरल की सरकार की जिम्मेदारी है या नहीं है? ഈ ഏതെങ്കിലും കുടുംബങ്ങളിലേക്ക് വിദേശത്തിന്റെ പണം വന്നിട്ടില്ല എങ്കിൽ അത് वो लाखों करोड़ों लोग गरीब हैं, उनकी जीवन में सुधार लाने की जिम्मेदारी किसकी है? അവരുടെ ജീവിതത്തിലെ നന്മ കൊണ്ടുവരാൻ, അവരുടെ ജീവിതത്തിൽ പ്രകാശം കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ആർക്കാണുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. आज मैं केरल की जनता को कहने आया हूं, जहां जहां भारतीय जनता पार्टी का शासन आया, एनडीए का शासन आया, जहां चाहे बिहार हो, यूपी हो, मध्य प्रदेश हो, छत्तीसगढ़ हो या राजस्थान, ये बीमारू राज्यों को भारतीय जनता पार्टी और एनडीए ने विकसित राज्य बनाया है। ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നേരത്തെ ബീമാരി സ്റ്റേറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന ബീഹാർ ആയാലും ഉത്തർപ്രദേശ് ആയാലും മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയപ്പോഴാണ് അവിടെയെല്ലാം വികസനം ഉണ്ടായത്. हमारे नेता और देश के प्रधानमंत्री नरेंद्र मोदी जी ने एक बैलेंस डेवलपमेंट मॉडल दुनिया के सामने रखा है। നമ്മുടെ ആരാധനായ പ്രധാനമന്ത്രി മോദിജി ലോകത്തിന് മുൻപിൽ ഒരു സന്തുലിതമായ വികസന മാതൃകയാണ് അവതരിപ്പിച്ചത്. जिस मॉडल के अंदर भारत के अर्थतंत्र को प्रगति से आगे ले जाना तो शामिल है ही, ആ മാതൃക ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർവാധികം ശക്തിയോടെ മുൻപോട്ടേക്ക് കൊണ്ടുപോയി. उस मॉडल के अंदर देश के इंफ्रास्ट्रक्चर को वर्ल्ड क्लास बनाना शामिल है ही, ആ മാതൃക കൊണ്ട് രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ മേഖല ലോക നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ടു. उस मॉडल में देश को मैन्युफैक्चरिंग का हब बनाना शामिल है ही, ആ മാതൃക മൂലം നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിന്റെ നിർമ്മാണത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. स्टार्टअप, पेटेंट रजिस्ट्रेशन और इनोवेशन तीनों के लिए बहुत बड़ा प्लेटफॉर्म हमारे मॉडल ने देश के युवाओं को उपलब्ध कराया है। സ്റ്റാർട്ടപ്പിന്റെ മേഖലയിലും പേറ്റന്റുകൾ കരസ്ഥമാക്കുന്ന മേഖലയിലായാലും പുതിയ കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിലായാലും ഈ മാതൃക കൊണ്ട് നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടി, കൂടുതൽ വികസനത്തിലേക്ക് എത്തി. परंतु साथ में देश के 60 करोड़ गरीबों में से 27 करोड़ गरीबों को गरीबी रेखा के बाहर भी हमने निकाला है। അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ 37 കോടി ജനങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് നമ്മുടെ സർക്കാർ മോചിപ്പിച്ച് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് എത്തിച്ചു. देश के 60 करोड़ गरीबों को घर में बिजली, गैस का सिलेंडर, पानी का कनेक्शन, प्रति व्यक्ति प्रति माह 5 किलो अनाज और 5 लाख तक का मुफ्त इलाज देकर नरेंद्र मोदी जी ने 60 करोड़ गरीबों के जीवन में उजाला लाने का काम किया है। ഈ രാജ്യത്തെ 80 കോടി സാധാരണ മനുഷ്യർക്ക് സൗജന്യമായി വീടുകൾ എത്തിച്ച്, വൈദ്യുതി കൊടുത്ത്, ഗ്യാസ് കണക്ഷൻ കൊടുത്ത്, കുടിവെള്ളം എത്തിച്ച്, 5 കിലോ വീതം സൗജന്യമായി റേഷൻ നൽകി, 5 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തി ഈ രാജ്യത്തെ 80 കോടിയോളം ജനങ്ങളുടെ ജീവിതത്തെ നരേന്ദ്രമോദി സർക്കാർ പ്രകാശപൂർണമാക്കി. केरल को भी चाहिए कि रेमिटेंस आधारित एक मार्गी विकास की कल्पना छोड़कर केरल के हर नागरिक के विकास का प्लानिंग करने की, കേരളത്തിലും നമുക്ക് ഈ വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ടിന്റെ അല്ലെങ്കിൽ ബാങ്കിംഗ് മൂലമുണ്ടായ വികസനത്തിന് അപ്പുറത്തേക്ക് സമഗ്രമായ ഒരു വികസനം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. മണി ഓർഡർ ഇക്കോണമിയിൽ നിന്നും കേരളം മുന്നേറേണ്ടതുണ്ട്.
और वो ही कल्पना है विकसित केरलम की, जिसमें हर केरल के नागरिक का विकास समाहित है। ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ടേക്ക് വെക്കുന്ന വികസിത കേരളം എന്ന സങ്കല്പത്തിൽ ഈ സംസ്ഥാനത്തെ ഓരോ ജനങ്ങളുടെയും വികസനമാണ് ഉറപ്പുവരുത്തുന്നത്. मित्रों, मुझे बताइए, एलडीएफ और यूडीएफ, पीएफआई, जमाते इस्लामी और अब बढ़ती हुई एसडीपीआई से केरल को सुरक्षित रख सकते हैं क्या? പ്രിയപ്പെട്ടവരെ പറയൂ, എൽഡിഎഫിനോ യുഡിഎഫിനോ അവരുടെ മിത്രങ്ങളായ പോപ്പുലർ ഫ്രണ്ടിനോ ജമാഅത്തെ ഇസ്ലാമിക്കോ ഇപ്പോൾ നിരോധിക്കപ്പെട്ട എസ്ഡിപിഐക്കോ കേരളത്തെ സുരക്ഷിതമാക്കാൻ സാധ്യമാണോ? वो नहीं रख सकते, അവർക്ക് അങ്ങനെ സാധിക്കില്ല. क्योंकि पीएफआई, एसडीपीआई और जमाते इस्लामी उनकी वोट बैंक है, वो उस पर कभी आघात नहीं करेंगे. കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ്ഡിപിഐയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് മുന്നണികളും പ്രവർത്തിക്കുന്നത്. वो केरल को पीएफआई, जमाते इस्लामी और एसडीपीआई के विभाजनकारी एजेंडे से अगर कोई बचा सकता है तो केवल और केवल एनडीए बचा सकता है, बीजेपी बचा सकता है. പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ്ഡിപിയുടെയും ഒക്കെ വിഭജന രാഷ്ട്രീയത്തിൽ നിന്ന് ആർക്കെങ്കിലും ഈ നാടിനെ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ്. हम ट्रिपल तलाक समाप्त करते हैं, നാം മുത്തലാഖ് അവസാനിപ്പിച്ചു. तो एलडीएफ यूडीएफ दोनों विरोध करते हैं. അതിനെ എൽഡിഎഫും യുഡിഎഫും ഒരുപോലെ എതിർത്തു. मैं आज 7 क्वेश्चन पूछना चाहता हूं सीएम केरल से. मुस्लिम महिलाओं को सम्मान पूर्वक जीने का अधिकार है या नहीं है? ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ചോദ്യം, മുസ്ലിം വനിതകൾക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ അധികാരമില്ലേ? हम वक्फ में से करप्शन दूर करने के लिए कानून लेकर आते हैं, इसका ये दोनों विरोध करते हैं. വഖഫ് ബോർഡുകളിലുള്ള അഴിമതി അവസാനിപ്പിക്കാൻ നാം നിയമം കൊണ്ടുവന്നു. ഇവർ രണ്ടുപേരും ഇതിനെ എതിർക്കുകയാണ്. आज मैं 7 क्वेश्चन पूछना चाहता हूं पिनराई विजयन जी से कि एर्नाकुलम में 600 ईसाई और हिंदू परिवार की 400 एकड़ भूमि वक्फ बोर्ड के नाम से हड़प कर ली गई, उसको बचाने के लिए आपका क्या विचार है? ഞാൻ പിണറായി വിജയനോട് 7 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എറണാകുളത്ത് 600ഓളം ക്രിസ്ത്യൻ കുടുംബങ്ങളെ ഹിന്ദു കുടുംബങ്ങളിൽ നിന്നും 400 ഏക്കറോളം ഭൂമി തട്ടിയെടുത്തതിൽ എന്താണ് അവർക്കത് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ സ്വീകരിച്ച നടപടി? ये दोनों दल यूडीएफ और एलडीएफ वो ये सब चीजों से केरल को सुरक्षित नहीं कर सकते. ഈ രണ്ട് മുന്നണികളും എൽഡിഎഫും യുഡിഎഫും ഇത്തരം നടപടികളിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ ഒരു കാര്യവും ചെയ്യുന്നില്ല. क्योंकि इन्होंने एपिसमेंट को एज अ पॉलिसी एक्सेप्ट किया है. കാരണം ഇവർ പ്രീണന രാഷ്ട്രീയത്തിലാണ് വിശ്വസിക്കുന്നത്. അതാണ് അവർ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയം. क्योंकि जब आप एपिसमेंट को एज अ पॉलिसी एक्सेप्ट करते हो, आप किसी के साथ न्याय नहीं करते हो. കാരണം നിങ്ങൾ പ്രീണനം ഒരു നയമാക്കിയാൽ നിങ്ങൾക്ക് ഒരു ആർക്കും നീതി നൽകാൻ സാധ്യമാകില്ല. एक का एपिसमेंट करते ही दूसरे के साथ अन्याय होता है. ഒരാളോട് ചെയ്യുന്ന പ്രീണനം മറ്റൊരാൾക്ക് അന്യായമായി ഭവിക്കും. इसीलिए भारतीय जनता पार्टी का पॉलिसी है जस्टिस टू ऑल, एपिसमेंट टू नन. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ആരോരുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്ന നയം സ്വീകരിച്ചത്. मित्रों, सुरक्षित केरलम का विचार ये भारतीय जनता पार्टी का पूरे केरल की जनता को सुरक्षित रखने के लिए. ഭാരതീയ ജനതാ പാർട്ടിയുടെ സുരക്ഷിത കേരളം എന്ന നയം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. मुझे बताइए, जो शासन सबरीमाला के खजाने की रक्षा न कर पाए, वो हमारी आस्था को बचा सकता है क्या? എന്നോട് പറയൂ, ഏതൊരാളുടെ ഭരണത്തിന് കീഴിലാണോ ശബരിമലയുടെ സ്വത്തുക്കൾ സുരക്ഷിതമല്ലാതിരിക്കുന്നത്, അവർക്ക് നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കുമോ? जरा जोर से बोलिए भाई, बचा सकते हैं क्या हमारी आस्था को? ഉറക്കെ പറയൂ, നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാൻ അവർക്ക് കഴിയുമോ? सब लोग जोर से बोलिए, हमारी आस्था को बचा सकते हैं क्या? എല്ലാവരും പറയൂ, ഉറക്കെ പറയൂ. केरल की मूल आस्था का संरक्षण अगर कोई कर सकता है तो केवल और केवल भारतीय जनता पार्टी कर सकती है.
കേരളത്തിൽ ആർക്കെങ്കിലും വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ. मैं आज मुख्यमंत्री केरल को कहने आया हूं, सबरीमाला के अंदर आपने देवस्थान का जो खजाना चोरी हुआ है वो सिर्फ केरल के लोगों की आस्था का सवाल नहीं है, पूरे देश के लोग बड़ी शंका के साथ आपको देख रहे हैं. എനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഇന്ന് നിങ്ങൾ ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണമുണ്ടല്ലോ, ശബരിമല ദേവസ്ഥാനത്ത് നടത്തിയ കൊള്ളയുണ്ടല്ലോ, അത് കേരളത്തിലെ വിശ്വാസത്തിന്റെ മലയാളികളുടെ വിശ്വാസ കാര്യം മാത്രമല്ല, മുഴുവൻ രാഷ്ട്രത്തിനും ഒരു ആശങ്കയുണ്ട്. മുഴുവൻ രാഷ്ട്രത്തിന്റെയും വിശ്വാസത്തെയാണ് നിങ്ങൾ ഹനിച്ചത്. मैंने एफआईआर को देखा है, जिस प्रकार से एफआईआर ड्राफ्ट की गई है उसी में ही दोषियों को बचाने का वायरस डाला हुआ है. ഞാൻ ആ FIR കണ്ടതാണ്. ഇവിടെ കേരളത്തിൽ എടുത്തിട്ടിരിക്കുന്ന FIR-നകത്ത് തന്നെ പ്രതികളെ സംരക്ഷിക്കാനുള്ള എല്ലാ വ്യവസ്ഥയുമുണ്ട്. और आपके दो मंत्री ही जनमानस में, जनता की नजर में शंका के घेरे में है. നിങ്ങളുടെ രണ്ട് മന്ത്രിമാർ അവർ ജനമനസ്സുകളിൽ നിന്ന് കുറ്റവാളികളാണ്. आप कैसे न्याय कर सकते हो? അവരെ നിങ്ങൾക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുന്നത്? आप कैसे न्यूट्रल जांच कर सकते हो? അവരെ നിങ്ങൾക്ക് न्यूट्रल जांच അവരെ എങ്ങനെയാണ് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നിങ്ങൾക്ക് നടത്താൻ സാധിക്കുക? मित्रों, यूडीएफ भी नहीं कर सकता, UDF-നും ഇത് സാധ്യമാകില്ല. क्योंकि उनके भी नेतृत्व के साथ 60 गांठ के पूरा प्रूफ जनता में वायरल हुए हैं. കാരണം അവരുടെ നേതാക്കന്മാരും പ്രതികളോടൊപ്പം നിൽക്കുന്നതിന്റെ തെളിവുകൾ ഇന്ന് ജനങ്ങളുടെ ഇടയിലുണ്ട്. आज मैं भारतीय जनता पार्टी की ओर से, ये पूरे सम्मेलन की ओर से, चुने हुए प्रतिनिधियों की ओर से केरल के मुख्यमंत्री के सामने मांग करना चाहता हूं कि जांच को एक न्यूट्रल एजेंसी को आप स्वयं ही सौंप दें. ഈ സമ്മേളനത്തിൽ എത്തിയിരിക്കുന്ന പ്രതിനിധികളുടെ പേരിൽ, കേരളത്തിന്റെ പേരിൽ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു, ശബരിമലയുടെ അന്വേഷണം ഒരു നിഷ്പക്ഷ ഏജൻസിയെ ഏൽപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? मित्रों, जब तक न्यूट्रल एजेंसी जांच नहीं सौंपी जाएगी, भारतीय जनता पार्टी केरल के हर गांव में इसके लिए आंदोलन करेगी, जन जागृति का काम करेगी. നിഷ്പക്ഷമായ ഒരു അന്വേഷണം നിങ്ങൾ നടത്തിയില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ വീട് വീടാന്തരങ്ങളിൽ, ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഇതിനെതിരെയുള്ള വലിയ പ്രക്ഷോഭം അഴിച്ചുവിടും. डेमोक्रेसी है विजयन साहब, यहां पर मनमानी नहीं चलती है. हम जनता को जागरूक कर आपके खिलाफ खड़ा कर देंगे. आपको न्यूट्रल जांच देनी ही पड़ेगी. പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രക്ഷോഭത്തെ തുടർന്ന് നിങ്ങൾക്ക് നിഷ്പക്ഷമായ അന്വേഷണത്തിന് വഴങ്ങേണ്ടി വരും, അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വരും. मित्रों, ये हमारे विश्वास का, हमारी आस्था का संरक्षण नहीं कर सकते हैं. സുഹൃത്തുക്കളെ, ഇവർക്ക് നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. और जब आप पूरे केरल को विकसित नहीं बना सकते हो, पूरे केरल को सुरक्षित नहीं बना सकते हो और पूरे केरल की आस्था का संरक्षण भी नहीं कर सकते हो, तो आपको फिर से चुनकर लाने के कोई कारण उपलब्ध नहीं है. पिनराई विजयन साहब, आपका जाने का समय आ गया है. പിണറായി വിജയൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് മുഴുവൻ കേരളത്തെയും വികസിപ്പിക്കാൻ, മുഴുവൻ കേരളത്തെയും സുരക്ഷിതമാക്കാൻ, കേരളത്തിന്റെ വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോകാനുള്ള അവസരമായിരിക്കുന്നു. നിങ്ങൾക്ക് തിരികെ വരാനുള്ള ഒരു അവസരവും ഇനി കിട്ടില്ല. और मित्रों, मैं आज आप सबके माध्यम से केरल की जनता को स्पष्टता से बताने आया हूं, यूडीएफ और एलडीएफ ये जो कर रहे हैं वो नूरा कुश्ती है, नाटक है. എല്ലാവരോടും നിങ്ങളുടെ ഈ സമ്മേളനത്തിന്റെ പേരിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് LDF-ഉം UDF-ഉം തമ്മിൽ നടത്തുന്നത് തട്ടിപ്പാണ്, നാടകമാണ്. कांग्रेस को जब भी बहुमत में कमी थी, पिछले 5 दशक से कम्युनिस्टों ने कांग्रेस का समर्थन किया है. കോൺഗ്രസിന് എപ്പോഴൊക്കെ ഭൂരിപക്ഷത്തിന് കുറവുണ്ടായിട്ടുണ്ടോ, കഴിഞ്ഞ 50 വർഷമായി അവരെ പിന്തുണയ്ക്കുന്നത് ഇടതുപക്ഷമാണ്. मित्रों, जब त्रिपुरा में उनको जरूरत थी तब भी कांग्रेस ने कम्युनिस्टों का समर्थन किया. ത്രിപുരയിൽ CPM-ന് ഭൂരിപക്ഷം കുറഞ്ഞപ്പോൾ കോൺഗ്രസ് അവരെ പിന്തുണച്ച് അധികാരത്തിലെത്തിച്ചു. और ये तो केरल और बंगाल का चुनाव साथ में है.
കേരളത്തിലെയും ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് അടുത്തടുത്താണ്, ഒരുമിച്ചാണ് നടക്കാൻ പോകുന്നത്. वरना इस बार बंगाल में भी वो इलू इलू करने वाले थे. ബംഗാളിലും അവര് ഇന്ന് പ്രേമത്തിലാണ്, അവര് തമ്മിൽ ഇഷ്ടത്തിലാണ്. मगर मैं आज कहकर जाता हूं, बंगाल में कम्युनिस्ट भी जीरो है, कांग्रेस भी जीरो है, भारतीय जनता पार्टी वहां सरकार बनाने जा रही है. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ബംഗാളിലും കോൺഗ്രസ് പൂജ്യമാണ്, സിപിഎമ്മും പൂജ്യമാണ്, അവിടെ ഭാരതീയ ജനതാ പാർട്ടിയാണ് സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത്. मित्रों 2024 2025 ये दोनों भारतीय जनता पार्टी के लिए बहुत सफल वर्ष रहे हैं. ഈ 2024 25 എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വൻ വിജയത്തിന്റെ വർഷങ്ങളാണ്. 2024 में मध्य प्रदेश, राजस्थान, छत्तीसगढ़ में हमने फिर से विजय प्राप्त करी. 2024 രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും നാം വീണ്ടും അധികാരത്തിലെത്തി. 2024 में नरेंद्र मोदी जी तीसरी बार देश के प्रधानमंत्री बने. 24 മോദിജി മൂന്നാമതും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായത്. 2024 में ओडिशा में पहली बार भारतीय जनता पार्टी की पूर्ण बहुमत की सरकार बनी. 2024 ഒഡീഷയിൽ ആദ്യമായി സമ്പൂർണ്ണ വിജയത്തോടുകൂടി ബി ജെ പി അധികാരത്തിലെത്തി. 2025 में हमने हरियाणा जीता, महाराष्ट्र जीता और 27 साल के बाद दिल्ली में भारतीय जनता पार्टी की सरकार बनी. 2025 നാം ഹരിയാന വിജയിച്ചു, മഹാരാഷ്ട്ര വിജയിച്ചു, 27 വർഷങ്ങൾക്ക് ശേഷം ദില്ലിയിൽ ഭരണത്തിൽ തിരിച്ചെത്തി. और 2025 में भी लगातार 5वीं बार एनडीए की सरकार बिहार में बनी. 2025 തുടർച്ചയായി 5ാമതും ബീഹാറിൽ എൻഡിഎയുടെ ഭരണം തിരിച്ചു വന്നു. ये 24 और 25 की हमारी जो विजय यात्रा है, इसको जारी रखने की जिम्मेदारी बंगाल और केरल की है. ഈ 25 വിജയയാത്ര 26 തുടരാനുള്ള ഉത്തരവാദിത്വം, അതിനുള്ള അവസരം ബംഗാളിലും കേരളത്തിലുമാണ്. देश भर के कार्यकर्ता बंगाल और केरल के कार्यकर्ताओं से आस लगाकर बैठे हैं. രാജ്യത്തെ മുഴുവൻ പ്രവർത്തകരും ബംഗാളിലെയും കേരളത്തിലെയും പ്രവർത്തകർക്ക് പിന്തുണയുമായിട്ടുണ്ട്. मित्रों, मैं जानता हूं, जब मुझे समाचार मिला कि त्रिवेंद्रम में हम बहुमत प्राप्त करे हैं, देश भर के कई कार्यकर्ता हर्ष के आंसू के साथ रोते हुए मेरे पास समाचार आए हैं. പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ സന്തോഷം, കണ്ണീരുകൊണ്ട് ആനന്ദാശ്രുവോടുകൂടി സന്തോഷിക്കുന്ന കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചു. शायद उन्होंने कभी केरल नहीं देखा है, അവർ ഇന്നവരെ ഒരുപക്ഷെ കേരളത്തിൽ എത്തിയിട്ടുണ്ടാവില്ല. मगर वो जानते हैं कि हमारे सैकड़ों कार्यकर्ताओं ने अपनी जान का बलिदान केरल में पार्टी को मजबूत करने के लिए दिया है. പക്ഷേ അവർക്കറിയാം, കേരളത്തിലെ നൂറുകണക്കിന് പ്രവർത്തകരുടെ ജീവത്യാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പാർട്ടി കെട്ടിപ്പടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് വിജയമുണ്ടായത് എന്ന്. अब आप सोचिए, एक म्युनिसिपल कॉरपोरेशन जीतने से इतना आनंद होता है, तो मुख्यमंत्री जब भाजपा का बनेगा, हमारे कार्यकर्ताओं का मन कैसा होगा. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മളുടെ മുനിസിപ്പൽ കോർപ്പറേഷൻ വിജയിച്ചപ്പോൾ ഇത്ര വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു ബി ജെ പിയുടെ മുഖ്യമന്ത്രി ഉണ്ടായാൽ രാജ്യം മുഴുവൻ ഉണ്ടാകുന്ന അന്തരീക്ഷം എന്തായിരിക്കും? ये चुनाव तक हम में से किसी को भी आराम का अधिकार नहीं है. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അധികാരത്തിൽ തുടരാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നമ്മുടെ പ്രവർത്തകർക്ക് വിശ്രമിക്കാൻ അവസരമില്ല. हर गांव, हर बूथ के अंदर भारत माता की तस्वीर, हमारे नेता नरेंद्र मोदी की तस्वीर और कमल का फूल लेकर जाना है. ഓരോ ബൂത്തിലും ഓരോ ഗ്രാമാന്തരങ്ങളിലും താമരയുമായും നമ്മുടെ മോദിജിയുടെ ചിത്രവുമായും നമ്മുടെ പ്രവർത്തകർ കടന്നു ചെല്ലണം. और उनको विश्वास दिलाना है कि पूर्ण विकसित केरल भाजपा कर सकती है, एनडीए कर सकता है. അവർക്ക് നാം വിശ്വാസം ജനിപ്പിക്കണം, ബി ജെ പിക്ക് മാത്രമേ കേരളത്തിൽ സമഗ്രമായ വികസനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന്. सुरक्षित केरल भाजपा और एनडीए ही कर सकते हैं. സുരക്ഷിത കേരളം എൻഡിഎക്ക് മാത്രമേ സാധ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. और हमारे आस्था का संरक्षण भी केवल और केवल भाजपा और एनडीए कर सकते हैं. നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനും ഭാരതീയ ജനതാ പാർട്ടിക്കും എൻഡിഎക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. मुझे विश्वास है, हमारे प्रदेश अध्यक्ष
राजीव चंद्रशेखर के नेतृत्व में आप सभी लोग इस बार 2026 में यूडीएफ एलडीएफ की ये म्यूजिकल चेयर को समाप्त कर भारतीय जनता पार्टी की सरकार बनाएंगे। എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ ഈ 2024 എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും കസേരകളി അവസാനിപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ ഭരണത്തിൽ കൊണ്ടുവരും എന്ന കാര്യം ഉറപ്പാണ്. मुझे बताइए, आप लोग विश्वास से सरकार बनाने के लिए परिश्रम करेंगे क्या? നാം സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറുണ്ടോ എന്ന് പറയൂ. जरा जोर से जवाब दीजिए, करेंगे क्या? केरल में सरकार बनाएंगे क्या? കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കി. मेरे साथ दोनों हाथ उठाइए, എല്ലാവരും കൈകൾ ഉയർത്തി, രണ്ട് കൈകളും. विजय के संकल्प की मुट्ठी भींच कर बोलिए, भारत माता की जय, भारत माता की जय, वंदे मातरम, वंदे मातरम। आप सभी का बहुत बहुत धन्यवाद और फिर से अभिनंदन।